നമസ്കാരം. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കിക്കൊണ്ട് പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ച ഈ മാസത്തെ വിപുലമായ റേഷൻ വിതരണത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ 2 ദിവസങ്ങൾ വാരാന്ത്യ പൊതു അവധികളായതിനാലാണ് ഇത്തവണ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ വ്യാപാരികൾ വിതരണ കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്ത് സാധാരണ പ്രതിമാസ വിഹിതങ്ങൾക്കും സബ്സിഡികൾക്കും പുറമെ വലിയ തോതിലുള്ള സ്പെഷ്യൽ അരിയും ഭക്ഷ്യധാന്യങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ സമഗ്രമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ വിഭാഗത്തിലും പെടുന്ന കാർഡ് ഉടമകൾക്ക് ലഭ്യമാകുന്ന കൃത്യമായ അളവും അവയുടെ നിരക്കുകളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇതിനോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇത്തവണയും ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. പൂർണ്ണമായും സൗജന്യ നിരക്കിൽ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ മാസത്തിൽ ലഭ്യമാകുന്നത്. ഇതിനു പുറമെ ഒരു പാക്കറ്റിന് കേവലം 7 രൂപ മാത്രം ഈടാക്കിക്കൊണ്ട് 3 പാക്കറ്റ് ആട്ടയും ഇവർക്ക് റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. കൂടാതെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാനായി ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ 16 അവശ്യ സാധനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണവും മഞ്ഞ കാർഡ് ഉടമകൾക്കായി ആരംഭിക്കും. അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡ് ഉടമകൾക്ക് കാർഡിലുള്ള ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും പൂർണ്ണമായും സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഗോതമ്പിന് പകരം ആട്ട ആവശ്യമുള്ളവർക്ക് കടകളിലെ സ്റ്റോക്കിന്റെ ലഭ്യതയനുസരിച്ച് കിലോയ്ക്ക് 1 രൂപ നിരക്കിൽ ആട്ട പാക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പൊതുവിഭാഗം സബ്സിഡി അഥവാ നീല റേഷൻ കാർഡ് ഉടമകൾക്കായി ഈ ഓണക്കാലത്ത് വിപുലമായ ഭക്ഷ്യവിഹിതമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത്. കാർഡിൽ പേരുള്ള ഓരോ അംഗത്തിനും കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ 2 കിലോ അരി വീതം സാധാരണ പ്രതിമാസ വിഹിതമായി ഇവർക്ക് ലഭിക്കും. ഇതിനു പുറമെ സ്പെഷ്യൽ വിഹിതത്തിന്റെ ഭാഗമായി കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും വാങ്ങാൻ അവസരമുണ്ട്. മാത്രമല്ല താലൂക്ക് തലത്തിലുള്ള സ്റ്റോക്കിന്റെ അളവനുസരിച്ച് കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ 4 കിലോ വരെ ആട്ടയും ഈ കാർഡ് ഉടമകൾക്ക് കൈപ്പറ്റാം. ഓണം പ്രമാണിച്ച് നീലക്കാർഡുകാർക്ക് പ്രത്യേക ആനുകൂല്യമായി ഓഗസ്റ്റ് 10 മുതൽ കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ 10 കിലോ അധിക അരി കൂടി റേഷൻ കടകൾ വഴി ലഭ്യമാകുമെന്നതാണ് പ്രധാന സവിശേഷത. നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തവണ സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് ഭക്ഷ്യവകുപ്പ് പങ്കുവച്ചിരിക്കുന്നത്. മാസത്തിൽ സാധാരണയായി ലഭിക്കുന്ന 7 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനൊപ്പം സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ഇവർക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതത് താലൂക്കുകളിൽ ലഭ്യമാകുന്ന സ്റ്റോക്ക് അനുസരിച്ച് കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ 4 കിലോ വരെ ആട്ടയും വെള്ളക്കാർഡുകാർക്ക് ലഭിക്കും. നീലക്കാർഡ് ഉടമകളെ പോലെ തന്നെ വെള്ളക്കാർഡുകാർക്കും ഓഗസ്റ്റ് 10 മുതൽ കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ 10 കിലോ പ്രത്യേക ഓണ അരി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ബ്രൗൺ റേഷൻ കാർഡുകളുള്ള പൊതുസ്ഥാപനങ്ങൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും 17 രൂപ നിരക്കിൽ 1 കിലോ ആട്ടയും ഈ മാസം അനുവദിച്ചിട്ടുണ്ട്. സാധാരണ റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിന് പുറമെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഔട്ട്ലെറ്റുകളും വഴി മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് അരി എത്തിക്കുന്ന പദ്ധതിയും സജീവമാണ്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി ആകെ 30 കിലോ അരിയാണ് വാങ്ങാൻ സാധിക്കുന്നത്. ഇതിൽ ഓണക്കാല സ്പെഷ്യൽ വിഹിതമായി ഉൾപ്പെടുത്തിയ 20 കിലോ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും പതിവായി ലഭിക്കുന്ന 10 കിലോ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും ജനങ്ങൾക്ക് ലഭിക്കും. ഇതോടെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിൽ നിന്നും സപ്ലൈകോ വഴിയുമായി ഈ ഉത്സവ മാസത്തിൽ ആകെ 30 കിലോ സ്പെഷ്യൽ അരി കേവലം 26 രൂപയ്ക്ക് മാത്രമായി കൈപ്പറ്റാൻ സാധിക്കുന്നു എന്ന വലിയ നേട്ടവുമുണ്ട്. ഇതുകൂടാതെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ മഞ്ഞ കാർഡിന് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്ററും വീതം വിതരണം നടക്കുന്നുണ്ട്. അതിനിടെ വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം കൂടി ഓഗസ്റ്റ് മാസത്തിൽ അഡ്വാൻസായി നൽകാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ പ്രചരിച്ചിരുന്ന വാർത്തകളെക്കുറിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഓഗസ്റ്റ് മാസത്തെ വിതരണത്തിനായി പുറത്തിറക്കിയ ഔദ്യോഗിക സർക്കുലറിൽ അഡ്വാൻസ് വിതരണത്തെക്കുറിച്ച് പരാമർശമൊന്നും തന്നെയില്ല. ഓഗസ്റ്റ് 10-ന് ശേഷമുള്ള പൊതുവിപണിയിലെയും റേഷൻ കടകളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയുള്ളൂ. ചുരുക്കത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാനും ഓണക്കാലത്ത് എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് പൊതുവിതരണ ശൃംഖലയും സപ്ലൈകോയും ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക. Please subscribe our channel.